നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ നിന്റെ ഡാഡിയോട് ചോദിക്കേ. എന്നെ തോൽപ്പിക്കാൻ ഇന്ന് നിങ്ങൾ എന്റെ ഡാഡിയാണല്ലോ മുന്നിൽ നിർത്തുന്നത്. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാനും നിന്റെ ഡാഡിയൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന് നീ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ പറയുന്നതിനെല്ലാം നീ എതിർത്തു. ഞങ്ങളെ നിന്റെ ശത്രുക്കളായി നീ സ്വയം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ നിന്റെ നിഴലിനോട് തന്നെയാണ് നീ യുദ്ധം ചെയ്യുന്നത്. അർഹതയില്ലാത്തത് നിങ്ങൾ പിടിച്ചടക്കേ. എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്കൊരു യോഗ്യതയില്ലായിരുന്നു. നിന്റെ ഡാഡിയെ പോലൊരാളുടെ വാക്കിന് ഞാൻ വില കൽപ്പിച്ചു. യോഗ്യത ആർക്കായിരുന്നുവെന്ന് അദ്ദേഹത്തിനറിയാം. അതും നീ നിന്റെ ഡാഡിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. സുധി എന്റെ പേഴ്സണൽ പേഷ്യന്റ് ആയിരുന്നു, അത് നിനക്കറിയാം. അതിന്റെ കാരണവും നിനക്കറിയാം. എന്നിട്ടും എന്നോടുള്ള വാശി തീർക്കാൻ നീ അവരോട് പണം വാങ്ങാൻ തീരുമാനിച്ചു. അവരുടെ അപേക്ഷകളൊന്നും നീ കേട്ടില്ല. നിന്റെ ഡാഡി സത്യം മനസ്സിലാക്കി. അവിടെയും അദ്ദേഹം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ല. പകരം നിന്റെ വാശി ജയിക്കട്ടെ എന്ന് കരുതി സ്വാമിയുടെ കയ്യിൽ പണം നൽകി അവിടെ അടയ്ക്കാൻ പറഞ്ഞു. എന്റെ വാക്കിന് നീ വില നൽകണ്ട. പക്ഷേ എന്റെ പ്രൊഫഷൻ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നടത്തുന്ന ചാരിറ്റി, അത് പാവങ്ങളായ രോഗികൾക്ക് കിട്ടുന്ന ആശ്വാസമാണ്. മേലിൽ അതിൽ തൊട്ട് കളിക്കാൻ നിൽക്കരുത്. ഇതുപോലെ തോൽക്കേണ്ടി വരും. എന്നെ തോൽപ്പിക്കാൻ ഡാഡിയും കൂട്ടു നിന്നു അല്ലേ? അല്ലെങ്കിലും അത് ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എനിക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടിയാ ഡാഡി എന്നും നിന്നിട്ടുള്ളത്. നിനക്ക് തെറ്റി. ഞാൻ എന്നും ശരിയുടെ പക്ഷത്തേ നിന്നിട്ടുള്ളൂ. ശരിയുടെ പക്ഷോ? അതിന് ICUവിൽ കിടക്കുന്നത് ഡാഡിയുടെ ആരാ? എന്റെ ആരുമല്ല. പിന്നെ എന്തിനാ അയാൾക്ക് വേണ്ടി ഡാഡി പണം അടച്ചത്? നാണോ ഇല്ലേ ഡാഡിക്ക്? നീ ചെയ്ത ഒരു തെറ്റ് തിരുത്തുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റോ? എന്ത് തെറ്റ്? ആ ചെറുപ്പക്കാരന് ഈ അപകടം പറ്റാൻ കാരണം നീ ആയതുകൊണ്ട്. ആ തെറ്റ് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പണം അടച്ചത്. നിനക്ക് പണമല്ലേ ആവശ്യം? പണം കിട്ടിയില്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ സർജറി നടത്തുകയില്ലെന്ന് നീ ഭീഷണിപ്പെടുത്തിയില്ലേ? ഒരാൾക്കൊരു തെറ്റ് പറ്റാം, അത് സ്വാഭാവികമാണ്. പക്ഷെ പറ്റിയ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് മനുഷ്യത്വം. ഞാൻ അന്വേഷിച്ചു. നിരഞ്ജൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണമായിരുന്നു. നീയാണ് ആ അപകടത്തിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതായത് നീ കാരണമാണ്. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അതിന്റെ ശാപം കിട്ടാൻ പോകുന്നത് നിന്റെ മകൾക്കായിരിക്കും. അവളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. ഡാഡി അറിഞ്ഞത് മുഴുവൻ തെറ്റാണ്. അപകടത്തിന് കാരണം ഡാഡിയുടെ മരുമകനാ. കേസ് വന്നാ അയാള് ജയിലിൽ പോവും. അക്ഷര, സ്റ്റോപ്പ് ഇറ്റ്. ഇനി നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡിസ്കഷൻസും ഇവിടെ അവസാനിക്കണം. ഇനി ഒരു രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ആ ചെറുപ്പക്കാരൻ സുഖമായി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതുവരെ അയാളുടെ എല്ലാ ചെലവുകളും നമ്മുടെ ഹോസ്പിറ്റൽ ഏറ്റെടുക്കും. ദിസ് ഈസ് മൈ ഓർഡർ. മനസ്സിലായോ? സാറ് പറഞ്ഞൊന്നും അക്ഷരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. ഹലോ, എന്താ റോസ്മേരി?
ഓക്കെ, താൻ അവിടെ തന്നെ വേണം. ഞാനിപ്പോ വരാം. സർ, സുധിക്ക് ബോധം തെളിഞ്ഞു. ഓ, വെരി ഗുഡ്. ഞാനൊന്നും കൂടി ചെല്ലട്ടെ സർ. സുധേട്ടാ, അപ്പൊ തന്റെ സാറേ എന്റെ മാഡത്തിനെ തോൽപ്പിച്ചു. അതിന് താനും കൂട്ടുനിന്നു. ഞാൻ എന്ത് ചെയ്തു? താനല്ലേ പണം അടച്ചത്? ജയശങ്കർ സാറ് പറഞ്ഞു, ഞാനത് ചെയ്തു. അത്രേ ഉള്ളൂ. സൂക്ഷിച്ചു നടന്നോ. മാഡത്തെ മുന്നിലൊന്നും ചെന്ന് ചാടണ്ട. നിന്റെ മാഡം എന്നെ എന്ത് ചെയ്യും? വെടിവെച്ചോല്ലോ. നിന്നെയൊക്കെ അത് തന്നെ ചെയ്യണ്ടേ. ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഏതോ ഒരുത്തിയുടെ ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ പണം ചെലവാക്കാൻ ഇവർക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇത് ഭ്രാന്തല്ല അപ്പച്ചി. ഒരാളുടെ ഭ്രാന്തിന് ചികിത്സിക്കാനുള്ള പണാണെന്ന് കരുതിയാ മതി. ഒരു നഷ്ടപരിഹാരം, അത്രേ ഉള്ളൂ. അപ്പൊ താൻ പറഞ്ഞത് എന്റെ മാഡത്തിന് ഭ്രാന്താണെന്നാണോ? മാഡം വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ പെട്ടിയും കിടക്കേക്കായിട്ട് റെഡി ആയിട്ടിരുന്നോ? ഓ, അങ്ങനെ ആവട്ടെ. അല്ലേലും നീയും അവന്റെ കൂടെ ചേർന്ന് എപ്പോഴും എന്റെ മോളെ തോപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്?